നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ടോക്ക് സീരീസിന്റെ ഭാഗമായിട്ടുള്ളത് ദയാണ്. ദയ ഈ കഴിഞ്ഞ ജാം എക്സാമിൽ കെമിസ്ട്രിയിൽ 165 ആയിരുന്നു ദയയുടെ റാങ്ക്. 165 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എക്സ്ട്രാ ഓർഡിനറി റാങ്ക് ആണ്. അപ്പം ദയ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രിപ്പറേഷൻ, എസ്പെഷ്യലി നമ്മുടെ ജൂനിയർ സ്റ്റുഡൻസ് ഉണ്ടാകും, അവർക്കൊക്കെ ഈ ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ ഉപയോഗിച്ച എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ ഒരു ജാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് ഷെയർ ചെയ്യാം കേട്ടോ. സാർ, ഞാൻ ഓഫ്ലൈൻ ആണ് ഉണ്ടായത്. അപ്പോ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ ഡെയിലി ഒരു 12 to 13 hours പഠിക്കും. പിന്നെ ടൈം ടേബിൾ ഉണ്ടായിരുന്നു എനിക്ക് ഡെയിലി. തോന്നുന്നു എല്ലാവരും ഈ 12 to 13 10 above ഒക്കെ നോർമൽ ടൈമായി മാറിയിട്ടുണ്ടെന്നോ അല്ലേ? എല്ലാവരും പറയുന്നത് ആ ഒരു ടൈം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 200 ബിലോ 300 ബിലോ റാങ്ക് വന്ന എല്ലാവരും നല്ലൊരു ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അതേപോലെ നടക്കില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ ഓർഗാനിക് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഇൻഓർഗാനിക് ആണെങ്കിലും അതിനൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ടൈമും അവേഴ്സും ഒക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിടും. അങ്ങനെയൊക്കെ ചെയ്ത്. ഓർഗാനിക് ഇതൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു അല്ലേ? വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. ഓർഗാനിക് സ്മൂത്ത് ആണ്, പക്ഷെ ഫിസിക്കലി കുറച്ച് പണിയായിരുന്നു. അത് ഓക്കെ അറ്റ്ലീസ്റ്റ്. പക്ഷെ അതൊക്കെ നിങ്ങൾ ടുവേർഡ്സ് ദാറ്റ് മേക്കപ്പ് ചെയ്തല്ലോ. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീക്ക് ഫിസിക്കൽ ആയതുകൊണ്ട് കുറച്ചുകൂടി ഫോക്കസ് ഞാൻ അതിന് കൊടുക്കണമായിരുന്നു. ആദ്യമേ ഫിസിക്കൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി ആ ബുദ്ധിമുട്ടുള്ളതിനാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഈസി ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് കുറച്ച് കൂടുതൽ ടൈം അതിന് ഡെപ്തിലേക്ക് പഠിക്കാറുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ ദയ ഓൺഗോയിങ് സമയത്ത് കാര്യമായി ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണോ മേജർ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഈ റിസൾട്ടിലേക്ക് വന്നത്? ഓൺഗോയിങ് ടൈമിൽ ഞാൻ കോച്ചിങ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ ഓഫ്ലൈനിലാണ് കൂടുതലും ഞാൻ സ്പെൻഡ് ചെയ്തതും. കെമിസ്ട്രി കുറച്ചും കൂടി നല്ലോണം ഡെപ്തിൽ എങ്ങനെയാണ് പഠിച്ചു. ബെൻസിൽ എത്തിയത്? ബെൻസിൽ ചൂസ് ചെയ്യാനുള്ള കാരണം? ബെൻസില് എന്റെ ഫ്രണ്ട്സ് തേർഡ് ഇയറിനാണ് ഞാൻ അറിഞ്ഞത് ബെൻസിനെ കുറിച്ച്. ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ ഓൺലൈനിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ബെൻസിലിന്റെ ക്ലാസ്സസും റിസൾട്ട്സും ഒക്കെ ഷെയർ ചെയ്യലുണ്ട്. അങ്ങനെ ഓക്കെ. ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ബെൻസിൽ തന്നെ. ഈവൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ പയ്യന്നൂർ കോളേജ് അല്ലേ, കഴിഞ്ഞ വർഷം നമുക്ക് 100 ബിലോ പയ്യന്നൂർ കോളേജിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഈ വർഷം ഷിറിൻ നല്ല റാങ്ക് അല്ലെ, ഓൺഗോയിങ് സമയത്ത് തന്നെ ബിലോ 100 റാങ്ക് ആൾ വാങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിൽ നിന്ന് എല്ലാ വർഷവും നമുക്ക് നല്ല കുട്ടികൾ വരാറുണ്ട്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ ജാമിന്റെ എനിക്ക് ഇവിടെ ഓഫ്ലൈൻ ഉള്ളത് കൊണ്ട് നിങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ജസ്റ്റ് എടുത്ത് ചോദിക്കുന്നത്. ചില സമയത്ത് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാർക്ക് കൂടിയില്ല. ചില സമയത്ത് മാർക്ക് വരുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് നമ്മളൊരു ലാർജ് ഫ്ലക്ച്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പറേഷന്റെ ഒരു കോൺഫിഡൻസിനെ ബാധിച്ചിരുന്നു. തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈമാണ് എനിക്ക് കൂടുതൽ എഫക്ട് ചെയ്തത്. പക്ഷെ ഞാൻ എന്നാലും ചില ടൈം എനിക്ക് ചെയ്യാൻ പറ്റി ആദ്യം മാർക്ക് തോന്നുന്നു. കിട്ടുകയും അവസാനത്തേക്ക് മാർക്ക് കുറയുന്ന ഒരു ട്രെൻഡ് കണ്ടു. അതെ. അപ്പോഴാണ് ഫിസിക്കല് കൂടുതൽ വന്നതും അപ്പോഴാണ് കുറച്ച് കുറഞ്ഞു പോയത്. പക്ഷെ പിന്നെ ഓവറോൾ ഫൈനൽ മാർക്ക് വന്നപ്പോൾ ഏറ്റവും നല്ല സ്കോർ തന്നെ വന്നു. പിന്നെ എങ്ങനെയായിരുന്നു എക്സാംസ്? എല്ലാ എക്സാമുകളും എഴുതിയോ? നമ്മുടെ ഒരുപാട് എക്സാംസ് അവൈലബിൾ ആണല്ലോ, അതെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നോ? ഈ സീരീസ് എക്സാം അധികം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നടത്തിയ നമ്മൾ ഓഫ്ലൈനിൽ എഴുതിയതൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈനിൽ എഴുതി അത് തന്നെ ഏകദേശം ഒരു നിയർലി അറൌണ്ട് 100 എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. AITS എന്താണ്? AITS എന്ന് പറയുമ്പോൾ പേടിയാണോ, അല്ലെങ്കിൽ AITS ഒരു അത്രയും കാലം പഠിച്ചതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടോ? AITS ആദ്യമൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് പേടിയായിരുന്നു. ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആക്ച്വലി ആയിട്ട്. നിങ്ങൾ എല്ലാവരും AITS എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാം മോഡൽ ടെസ്റ്റിനെ അതേ സീരിയസ്നെസ്സിൽ എല്ലാ കുട്ടികളും കാണുന്നുണ്ട്. അതൊരു നല്ലൊരു ട്രെൻഡാണ്. പിന്നെ ടൈം മാനേജ്മെന്റ് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു എനിക്ക്. ഓക്കെ ഓക്കെ. പിന്നെ ഫൈനൽ എക്സാം എന്തായിരുന്നു സിറ്റുവേഷൻ? എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഫൈനൽ എക്സാമിന് കുറച്ച് കുഴപ്പങ്ങൾ, അവിടെ തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. അതായത് കീബോർഡിൽ ഇപ്പം നമ്മളൊരു ഡിജിറ്റ് അടിച്ചാല് ഒരുപാട് തവണ വരുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അത് കുറച്ച് ടെൻസ്ഡായി. പിന്നെ പേപ്പർ കണ്ടപ്പോ കുറച്ച് ടെൻഷനിലായിരുന്നു. ഈവൻ ടുവേർഡ്സ് ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നല്ലോ അല്ലേ എക്സാമ്പിൾ അടുപ്പിച്ച്? പിന്നെ എനിക്ക് വീട്ടിൽ വരേണ്ടി വന്നു. പക്ഷെ സെന്റർ ഞാൻ അവിടെ കൊടുത്തേ. കോഴിക്കോട് തന്നെയായിരുന്നു.
ആ ഓക്കെ ഓക്കെ. പക്ഷെ ഓവറോൾ റിസൾട്ട് വന്നപ്പോ എല്ലാവരും ഹാപ്പി. ആ ഓക്കെ. എവിടെ മദ്രാസിലേക്ക് പോകാനാണോ പ്ലാൻ, അല്ലെങ്കിൽ ISCയോ? അല്ല, മദ്രാസാണ് ചൂസ് ചെയ്യുന്നത്. മദ്രാസ്. എല്ലാവരും മദ്രാസുകാരാണോ? ഇപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്കൊരു 20+ സ്റ്റുഡൻസ് നമുക്ക് ഇത്തവണ 20+ ഉണ്ടാവുന്നതാണ് ഓവറോൾ അല്ലേ നമ്മൾ ഇതുവരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ. ഓക്കെ ആ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ 6 months? എൻജോയ് ചെയ്തോ അല്ലെങ്കിൽ ടെൻഷനിലൂടെ പോയോ? ആ, ആദ്യമൊക്കെ എൻജോയ് ചെയ്തു, ആ, പിന്നെ മാർക്ക് കുറയുമ്പോ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി അല്ലേ? പക്ഷെ അപ്പോഴാണ് കുറച്ച് കുറഞ്ഞ സമയമല്ല അങ്ങനെ ഒരു മാർക്ക് കുറഞ്ഞ ഇഷ്യൂ വന്നുള്ളൂ. പക്ഷെ അത് പീക്ക് അതെ, അത് ടൈമിലായി പോയില്ലേ പക്ഷെ അവസാനം? എൻഡിലായോണ്ട് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തായിരുന്നു. ഓക്കെ. ആ, അവസാനത്തേക്ക് മാർക്ക് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അത് ചില സമയത്ത് വരുന്ന ചില ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ്, ചില എക്സാമുകൾ നമ്മൾ ലാസ്റ്റ് നടത്തുമ്പോൾ അതിൽ വരുന്ന കൂടുതൽ ചാപ്റ്റേഴ്സിൽ നമുക്ക് അത്രയൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ആണ്. പക്ഷെ ഓവറോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ നാച്ചുറലി നമ്മൾ ആ ഒരു ടോപ്പ് ലെയറിൽ തന്നെ വരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാർക്ക് കുറയുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാവില്ല ചെറിയൊരു വിഷമല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ഗുഡ്. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും റൂംമേറ്റ്സും നിങ്ങളെല്ലാവരും കൂടെ കംഫർട്ട് ഒരു ആ ഒരു പേസ് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ഒരു എല്ലാവരും ആ ഒരു അവസാനം വരെ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ എങ്ങനെ സഫീഷ്യന്റ് കോമ്പറ്റീഷൻ കിട്ടിയോ? നിങ്ങളൊരു എക്സ്പെക്ട് ചെയ്യും, കാരണം നിങ്ങളൊരു 1 year റിപ്പീറ്റ് ചെയ്യുന്നു, അപ്പം കൂടെ എല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ഇമ്പ്രൂവ്മെന്റും വരും. അതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക്. അപ്പൊ പ്രതീക്ഷിച്ച ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിലുള്ള കുട്ടികളിൽ നിന്ന് കിട്ടിയോ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ ഉണ്ടായിരുന്നു. കാരണം കുറെ പേര് നമ്മൾ ഒരേ റേഞ്ചിലുള്ള ആൾക്കാരായിരുന്നു. അപ്പം അത് കൂടുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഈവൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ തന്നെ റാങ്ക് കാര്യമായി മാറുന്നുണ്ടാവും അല്ലേ? അതെ ഓക്കെ. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ജാം എക്സാമിന്റെ ഒരു ഫീൽ നാച്ചുറലി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബാച്ചിലെയും കുട്ടികളെയും ഒരേ സമയം ഒരുമിച്ച് എക്സാം എഴുതിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു റിയൽ എക്സാം ഫീല് വരുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താണ് കാര്യമായി നടക്കുന്നത്? എന്തെങ്കിലും പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ? മീൻസ് IAC-യുടെയോ ഐസറിന്റെയോ? IASന്റെ ഇന്റർവ്യൂവിന് കുറച്ച് നോക്കുന്നുണ്ട്. ഓക്കെ. ആ, ദയ ഓൾറെഡി നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഈവൻ ജാം കഴിഞ്ഞ കുറെ സമയം. ഓക്കെ. ഈവൻ IAC-യുടെ ഇന്റർവ്യൂവിന് തിരിച്ച് പെൻസിലേക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. വേറെ എന്താണ് അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു? അവരൊക്കെ ഹാപ്പിയാണ്. ഈവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ദയയുടേത്, എനിക്ക് തോന്നുന്നു ദയ ഇവിടെ കോച്ചിങ്ങിന് ആദ്യമായിട്ട് June 31-നല്ലേ വന്നേ? June 30 or 31 അല്ലേ? അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 5 എത്ര കഴിഞ്ഞാ വീട്ടിൽ പോകുന്നത്? എത്ര മന്ത്സ് കഴിഞ്ഞ? ഞാൻ ഫസ്റ്റ് മന്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഹെൽത്ത് ഇഷ്യൂ കാരണം വീട്ടിലേക്ക് വന്നതാ. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു 5 മാസത്തോളം പോയിട്ടില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈവൻ ദോ കോഴിക്കോടിൽ നിങ്ങൾക്ക് കണ്ണൂർ പോകാന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. 1 day തന്നെ പോയി വരാവുന്നതാണ്. എന്നിട്ട് പോലും 5 months ബ്രേക്ക് എടുക്കുക, മീൻസ് വീട്ടിലൊന്നും പോവാതെ ഇവിടെ തന്നെ ഇരുന്ന് ഒരുപാട് അവധി സമയങ്ങൾ ഉണ്ടായിരുന്നു. ഓണത്തിന്റെ സമയം, അതേപോലെ പൂജ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഫുൾ ടൈം ഇവിടെ തന്നെ, നമ്മുടെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യാതൊന്നും ഇല്ല. അപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെ നിന്ന് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഹാപ്പി? ഹാപ്പിയാണ് സർ. ഓക്കെ ഓക്കെ. എന്ത് പറയുന്നു? കോളേജിലെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവരൊക്കെ നല്ലോണം ഇനിയും നല്ലോണം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. എന്ത് പറയുന്നു നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ലാസ്റ്റ് ഇയർ ബാച്ച്മേറ്റ്സ് എന്ത് പറയുന്നു? ബാച്ച്മേറ്റ്സിന് അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതില്. അവര് ഭയങ്കര പ്രൗഡാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. സഹല് പറഞ്ഞു സഹലിന്റെ എന്താണ് നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ വെച്ചു, അങ്ങനെ വല്ല കലാപരിപാടികൾ നടന്നോ? ഇല്ലില്ല, ഫ്ലെക്സ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ സന്തോഷം ദയ. എന്തായാലും നിങ്ങൾ തിരിച്ച് പെൻസിലേക്ക് വരുന്നുണ്ടല്ലോ നമ്മുടെ നെക്സ്റ്റ് വീക്ക് ആണോ വരുന്നത്? വിഷുവിന് ശേഷം ആയിരിക്കും അല്ലേ? ശേഷം ഓക്കെ ഓക്കെ. അപ്പൊ മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ PG-യും എല്ലാം ചെയ്യും. ഇതുപോലത്തെ അച്ചീവ്മെന്റ്സ് ഇനിയും നിങ്ങളുടെ യാത്രയിൽ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ അല്ലേ? താങ്ക് യു സർ. ഓക്കെ ദയ. ഓക്കെ.